إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الناس أوصيكم وإياي أولا بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى أيضا يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെയും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് റമദാനിലേക്ക് കടക്കുവാനും രണ്ടാമത്തെ നോമ്പ് പൂർത്തിയാക്കുവാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ വരികയും അതിൽ നമുക്ക് പ്രവേശിക്കുവാനും സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ അവന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹങ്ങൾ വേറെ ഒരു മാസത്തിലും നമുക്ക് നേടാൻ കഴിയുകയില്ല. അത്രത്തോളം അനുഗ്രഹങ്ങളാണ്. ഇതിനെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അതാകും റമദാൻ ഷഹ്റുൻ മുബാറക്, നിങ്ങളിലേക്ക് അനുഗ്രഹീതമായ മാസം വന്നിരിക്കുകയാണ്. ഫറദല്ലാഹു അലൈക്കും സിയാമ, നിങ്ങളിലേക്ക് നോമ്പിനെ ഫറദാക്കിയിരിക്കുകയാണ്. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാഇ, ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുന്ന മാസമാണ്. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ വാതിലുകളൊക്കെ അടക്കപ്പെടുന്ന മാസമാണ്. വതുഗല്ലു ഫീഹി മറദത്തു ശയാത്തീൻ, ശൈത്താന്മാരെ ബന്ധിക്കപ്പെടുന്ന മാസമാണ്. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹർ, ആ മാസത്തിൽ
അള്ളാഹുവിനായി 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി അള്ളാഹു വെച്ചിരിക്കുകയാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹരിം. ആര് ആ ഖൈറിനെ തടയപ്പെട്ടുവോ അവന്റെ എല്ലാ ഖൈറും തടയപ്പെട്ടു എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ കുറിച്ച് നമുക്ക് പറഞ്ഞത്. അതായത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ റമദാൻ ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ്. ബർക്കത്തുള്ള, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഓഫറുകളുള്ള, ചെയ്ത നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന, ചെയ്ത ഇബാദത്തുകൾക്ക് ഇരട്ടി പ്രതിഫലം അവിടുന്ന് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഫർളാക്കിയിരിക്കുകയാണ്. നോമ്പ് നിർബന്ധമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാവരുടെ മേൽ നോമ്പ് നിർബന്ധമാണ്. ചില ശർഈയായ ചില നിയമങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ രോഗം, അതുപോലെ തന്നെ യാത്ര, അതുപോലെ തന്നെ വാർദ്ധക്യം, ഇങ്ങനെ തുടങ്ങിയ കാരണങ്ങളിൽ നിന്നല്ലാതെ മറ്റെല്ലാവർക്കും അവിടുന്ന് നോമ്പ് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഒരു സ്തംഭമാക്കി നമുക്ക് കൽപ്പിക്കുകയാണ്. 5 സ്തംഭങ്ങളിൽ ഇസ്ലാം നിലനിൽക്കുന്നത് തന്നെ 5 സ്തംഭങ്ങളിലാണ്. അതിൽ ഒന്ന് നോമ്പാണ്. അപ്പൊ ഈ നോമ്പ് ഇല്ല എങ്കിൽ നമ്മുടെ ഇസ്ലാമിനാണ് തകർച്ച ഉണ്ടാവുക. അതുകൊണ്ട് നോമ്പ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ്, വലിയ പ്രാധാന്യമുള്ള ഇബാദത്താണ്. കാരണം മറ്റുള്ള ഇബാദത്തുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ റിയാ ഉണ്ടെങ്കിൽ നോമ്പിൽ റിയാ ഇല്ല. റിയാ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകളാണ്. മറ്റുള്ള ഇബാദത്തുകളൊക്കെ മറ്റുള്ളവർ അറിയുവാൻ, അവരെ കാണിക്കുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകളാണ്. നമസ്കാരം ഉദാഹരണമായി, നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വന്നില്ല എങ്കിൽ നാട്ടുകാർ ചോദിക്കും എന്തുകൊണ്ട് പള്ളിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് വരാം, അവരെ കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. പക്ഷേ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളെ അറിയിക്കാൻ, കാണിക്കാൻ കഴിയാത്ത ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. നോമ്പ് അത് സ്വയം അവന് വേണമെങ്കിൽ പിടിക്കാം, പിടിക്കാതെ ഉള്ളതുപോലെ അഭിനയിക്കാം ജനങ്ങളുടെ മുമ്പിൽ. പക്ഷെ അവൻ പിടിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സൗമു ലി വ അന അജ്സി ബി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും. മറ്റുള്ള ഇബാദത്തുകൾക്ക് 10 മുതൽ അവിടുന്ന് 700 ഇരട്ടിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും മറ്റുള്ള ഇബാദത്തുകൾക്ക്. പക്ഷെ നോമ്പിന് അങ്ങനെയല്ല. നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു കണക്ക് പറഞ്ഞിട്ടില്ല. അസ്സൗമു ലി, അത് എനിക്കുള്ളതാണ്, അതിന് ഞാൻ പ്രതിഫലം നൽകാം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിന്റെ പ്രതിഫലത്തെ ഒരു കണക്ക് വെച്ചിട്ടില്ല. വാരിക്കോരി തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നോമ്പിനെ അവിടുന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് ആ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. ഒരു സന്ദർഭത്തിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന. എനിക്കൊരു അമൽ പറഞ്ഞു തരണം പ്രവാചകരെ, എനിക്കൊരു അമൽ പറഞ്ഞു തരണം. എങ്ങനെയുള്ള അമലാണ്? എന്നെ അത് സ്വർഗത്തിലേക്ക് എത്തിക്കും, എന്നെ അത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു അമല് എനിക്ക് താങ്കൾ പറഞ്ഞു തരണം എന്ന് പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പ് പിടിച്ചോ. അലൈക ബിസ്സൗം, നീ നോമ്പ് പിടിച്ചോ എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം നിന്നെ അത് സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഇബാദത്താണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ബാബ, സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്, യഖാലു ലഹു അർ-റയ്യാൻ, അതിന് പറയപ്പെടുന്നത് റയ്യാൻ എന്നാണ്. അതിന്റെ പേര് റയ്യാൻ എന്നാണ്.
യദ്ഖുലു മിൻഹു അസ്സായിമൂൻ, ആ വാതിൽ കൂടി പ്രവേശിക്കുന്നതാരാ? നോമ്പുകാരാണ്. അത് ലാ യദ്ഖുലു മിൻഹു ഇല്ലാ അസ്സായിമൂൻ, ആ വാതിൽ കൂടി നോമ്പുകാരല്ലാതെ വേറെ ആരും പ്രവേശിക്കുകയില്ല. നോമ്പുകാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ അടക്കപ്പെടും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതായത് നോമ്പുകാർക്ക് വേണ്ടി മാത്രം അവിടുന്ന് ഒരുക്കി വെച്ച വാതിലാണ്. ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ചില വലിയ സ്ഥാനമുള്ള ആളുകൾ, നേതാക്കന്മാർ, അവർക്ക് വേണ്ടിയെല്ലാം ചില സ്ഥലങ്ങൾ ഒരുക്കി വെക്കും. ആ സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഭക്ഷണങ്ങളും മറ്റും പലതും ഒരുക്കി വെച്ച് ആ വഴിയിലൂടെ അവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടത്തേക്ക് അവർക്ക് മാത്രമേ കടക്കാൻ അനുവാദമുള്ളൂ. ആ സന്ദർഭത്തിൽ പാവങ്ങളായ ആളുകൾ നോക്കി നിൽക്കും. ആ നേതാക്കന്മാർ പോകുന്ന വഴിയും അവിടെ അവർ അതിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളുമൊക്കെ അത് അവർക്ക് മാത്രമുള്ള ഒരു വാതിൽ. ഇത് താത്കാലികമായി നമ്മൾ കണ്ടുകൊണ്ടുള്ളതാണ്. അതിനെ പോലെ ഞങ്ങൾ ആഗ്രഹിച്ചു പോവാൻ, ഞാനും അതിൽ പെട്ടിരുന്നുവെങ്കിൽ നമുക്ക് പോവാമായിരുന്നു എന്നൊക്കെ കൊതിച്ചു പോകുന്ന, എന്നാൽ കാലാകാലം എന്നേക്കുമുള്ള ഈ വാതിൽ കടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഒരുക്കി വെച്ചിരിക്കുക സ്വർഗത്തിൽ? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ നോമ്പുകാർക്ക് ഒരു വാതിൽ അല്ലാഹു പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. ആ വാതിൽ കൂടി അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ വാതിൽ കൂടി പ്രവേശിക്കാൻ അനുവാദമില്ല. അവിടുന്ന് അടക്കപ്പെടുകയാണ്. അപ്പൊ ആ നോമ്പുകാർക്ക് അവിടെ വെച്ചിരിക്കുന്ന പ്രതിഫലം എന്തൊക്കെയായിരിക്കും? നമ്മുടെ മനസ്സുകൊണ്ടോ നമ്മുടെ കണ്ണുകൊണ്ടോ ഒന്നും ചിന്തിക്കാനോ കാണാനോ കഴിയാത്ത പലതുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തോളം പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആരെങ്കിലും മൻ സാമ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ, നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ, നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അല്ലാഹു വിദൂരമാക്കും. നരകത്തിൽ നിന്ന് എത്ര 70 വർഷത്തിന്റെ വൈദൂര്യം. 70 വർഷം അവിടുന്ന് സഞ്ചരിച്ചാൽ നരകത്തിലേക്ക് എത്തുകയുള്ളൂ. അത്രത്തോളം വൈദൂരം അവിടുന്ന് ദൂരെയാക്കും ഒരു നോമ്പ് പിടിച്ച അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നോമ്പ് പിടിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അത്രത്തോളം ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ് നോമ്പ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആര് നോമ്പ് പിടിക്കുന്നുവോ, റമളാനിന്റെ നോമ്പ് പിടിക്കുകയും അങ്ങനെ ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ നോമ്പ് പിടിക്കുന്നത്, അള്ളാഹുവിനുള്ള വിശ്വാസം, അള്ളാഹ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നോമ്പ് പിടിക്കാൻ, അതിനു വേണ്ടിയാണ് ഞാൻ നോമ്പ് പിടിക്കുന്നത്, അള്ളാഹു എനിക്ക് പ്രതിഫലം തരും എന്ന ഉദ്ദേശത്തോടു കൂടി നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ, അള്ളാഹിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതായിരിക്കുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ മേൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേലും നോമ്പ് നിർബന്ധമായിരുന്നത് പോലെ തന്നെ. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉൾക്കൊള്ളുന്നവരായി തീരുവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായി തീരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയാണ്, തഖ്വ പാലിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ നോമ്പെടുക്കേണ്ടത്. അതായത് നോമ്പിലൂടെ നിങ്ങൾ പലതും പഠിക്കാനുണ്ട്. സാധാരണ നോമ്പ് വന്നു കഴിഞ്ഞാൽ കളവ് നിർത്താറുണ്ട്, ഗീബത്ത് നിർത്താറുണ്ട്, നമീമത്ത് നിർത്താറുണ്ട്, വഞ്ചന നിർത്താറുണ്ട്, ഹസദ് നിർത്താറുണ്ട്, ഇങ്ങനെ അസഭ്യമായ വാക്കുകളും നിർത്താറുണ്ട്, അതുപോലെ തന്നെ വഴക്കടിക്കുക, ഇതെല്ലാം നിർത്താറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിർത്താൻ കാരണം? മറ്റുള്ള മാസങ്ങളിലൊക്കെ അത് ചെയ്യാമെന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച്
നോമ്പ് കാലത്ത് ഒരുത്തൻ കളവ് പറയുന്നതിലൂടെ, അതുപോലെ തന്നെ വഞ്ചന നടത്തുന്നതിലൂടെ, അതുപോലെ തന്നെ അസഭ്യമായ വാക്കുകൾ പറയുന്നതിലൂടെ അവന്റെ നോമ്പും ബാത്തിലായി പോവുകയാണ്. അതിനുള്ളതായ ശിക്ഷ മാത്രം ലഭിക്കുകയല്ല, നോമ്പ് പോലും ബാത്തിലായി പോവാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത്, കം മിൻ സ്വാഹിമിൻ ലൈസ മിൻ സിയാബിഹി, എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് നേട്ടം നേടാൻ കഴിഞ്ഞിട്ടില്ല, ഇല്ലൽ ജൂഉ വൽ അത്ഷ്, വിശന്നിരുന്നു എന്നതല്ലാതെ, വിശന്നിരുന്നു ദാഹം സഹിച്ചു എന്നതിന് അപ്പുറം അവരുടെ നോമ്പ് കൊണ്ട് ഒരു നേട്ടവും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ, മല്ലം യദാ ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദാ തആമഹു വശറബ, ആര് കളവ് പറയുന്നത് നിർത്തുന്നില്ലയോ, ആര് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നില്ലയോ, അവൻ വിശന്നിരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, അവൻ പട്ടിണി കിടക്കേണ്ട ആവശ്യം അല്ലാഹ്ക്ക് ഇല്ല. ഫീ അൻ യദാ തആമഹു വശറബ, അവൻ ഭക്ഷണം ഒഴിവാക്കുന്നതോ പാനീയം ഒഴിവാക്കുന്നതോ അല്ലാഹ്ക്ക് ഒരു ആവശ്യവുമില്ല. അല്ലാഹുവിന്റെ ആവശ്യമുള്ളത് ആ നോമ്പ് നോൽക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ്, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. അതായത് ഒരു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവിടുന്ന് വഴക്കടിക്കുന്ന ആളുകളെ കാണുമ്പോൾ അതിൽ ഒരിക്കലും സത്യവിശ്വാസി ഉണ്ടായിരിക്കുകയില്ല നോമ്പ് കാലത്ത് എന്ന് മനസ്സിലാക്കണം. ചീത്ത പറയുന്ന, അസഭ്യ വാക്കുകൾ പറയുന്ന, കളവ് പറയുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നോമ്പുകാരെ, അതായത് വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയുകയില്ല. അങ്ങനെ വല്ല സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇടപാടുകൾക്ക് വേണ്ടിയൊക്കെ പോകുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് അവിടുന്ന് എതിരിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് എന്താ പറയാനുള്ളത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ഇന്നി സ്വാഹിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറ. നിന്നെ ചീത്ത പറഞ്ഞവർക്ക് തിരിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ടല്ല, ഇന്നി സ്വാഹിമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാനൊന്നും പറയൂല, ഞാൻ ചീത്ത പറയൂല, കളവ് പറയൂല. ഇതൊരു പരിശീലനമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഇനി 11 മാസത്തേക്കുള്ള പരിശീലനമാണ്. എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ്. അതാണ് തഖ്വ എന്നുള്ളത്. അതാണ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരായി തീരുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുക, എല്ലാ വേണ്ടാത്തരങ്ങളും ഒഴിവാക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുവ സമൂഹത്തെ വിവാഹത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഹദീസ് കാണാം, യാ മാശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാ ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫറജ്. അതായത് യുവ സമൂഹമേ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുക. നിങ്ങളുടെ ആ വിവാഹത്തിന്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളുടെ കണ്ണിനെ ചിമ്മിപ്പിക്കുന്നതാണ്, നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുക. ഇനി അതിന് കഴിയാത്ത ഒരാളാണ്, സാമ്പത്തികമായും ശാരീരികമായും കഴിയാത്ത ആളാണെങ്കിൽ നിങ്ങൾ നോമ്പ് പിടിക്കുക എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം നോമ്പ് ഈ തിന്മകളിൽ നിന്ന്, വേണ്ടാത്ത പലതും കാണുന്നതിൽ നിന്നും ചെയ്യുന്നതിൽ നിന്നും തടയുന്ന ഒന്നാണ്. ജുന്ന എന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോമ്പിനെ കുറിച്ച് ജുന്ന, പരിചയം. ജുന്നത്തി എന്ന് പറഞ്ഞാൽ, പരിചയ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മറ്റുള്ളവരുടെ വെട്ട് ഏൽക്കുന്ന സന്ദർഭത്തിൽ അത് ഏൽക്കാതിരിക്കാൻ തടുക്കുന്ന ഒരു സാധനമാണ് ജുന്ന. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് പറഞ്ഞ അസ്സൗമു ജുന്ന, അത് ജുന്നയായിരിക്കണം, പരിചയായിരിക്കണം. എന്തിന്? കളവിനെ തടുക്കുന്ന, ഇത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങളെ തടുക്കുന്ന, അതുപോലെ തന്നെ നരകത്തെ തടുക്കുന്ന ഒരു ജുന്നയാകണം നിന്റെ നോമ്പ് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെയുള്ള നോമ്പായാലാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടുന്നത്. നരകത്തിന്റെ വാതിലുകളൊക്കെ അടക്കപ്പെടുന്നത് ഇത് ഈ നോമ്പ് ആകുന്ന സന്ദർഭത്തിലാണ്. അല്ല എങ്കിൽ
എത്ര നോമ്പൊടിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇന്ന് ഹൈന്ദവ സമുദായത്തിൽ എത്രയോ ആളുകൾ നോമ്പൊടിക്കുന്നുണ്ട്, കൃത്യമായി നോമ്പെടുക്കുന്നുണ്ട്. റമദാനിൽ പരിപൂർണമായി 30 ദിവസത്തിന്റെ നോമ്പ് പിടിക്കുന്ന ഹൈന്ദവ സമുദായത്തിൽ ഒരുപാട് പേർ ഇന്നുണ്ട്. നമ്മുടെ സമുദായത്തിലല്ല, മറ്റൊരു സമുദായത്തിന്റെ ആളുകൾ വരെ. ഇപ്പൊ നോമ്പ് പ്രയാസമില്ല, നോമ്പ് പിടിക്കാൻ എല്ലാരെ കൊണ്ടും പറ്റും. പക്ഷേ ആ നോമ്പ് പിടിച്ചാൽ എന്തൊക്കെയാണോ തടഞ്ഞു വെക്കേണ്ടത് അതൊക്കെ തടഞ്ഞു വെക്കുക. അതാണ് സോമി എന്ന് പറഞ്ഞ അർത്ഥം തന്നെ, തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതിരിക്കുക, അപ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പായി തീരുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഫറദല്ലാഹു അലൈക്കും സിയാമ തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം. ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ്, ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ്. അതായത് ഈ ഒരു മാസം വന്നാൽ പിന്നെ അവിടുന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരാം, അവന്റെ അടിമക്ക് ധാരാളമായി പുറത്തു തരാം. ആർക്കും റബ്ബിനോട് മാപ്പ് അപേക്ഷിക്കാം, അള്ളാഹുവിനോട് ആർക്കും വേണമെങ്കിലും മാപ്പ് അപേക്ഷിക്കാം എന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് റബ്ബിനോട് അവിടുന്ന് മാപ്പ് ചോദിച്ചാൽ പൊറുക്കാത്ത റബ്ബ് അല്ല ഞങ്ങളുടെ റബ്ബ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം. റബ്ബ് പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, നീ അറിയിച്ചു കൊടു പ്രവാചകനെ, നബ്ബി ഇബാദി എന്റെ ദാസന്മാർക്ക് അന്നി അനൽ ഗഫൂർ, ഞാൻ പൊറുക്കുന്നവനാണ്, ഞാൻ റഹീമാണ്, ഞാൻ കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. എന്നിലേക്ക് കൈനീട്ടിയാൽ അതിന് ഞാൻ ഒരിക്കലും വെറുതെ തിരിച്ചയക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ഒരിക്കലും കൈ വെറുതെ നമ്മളെ തിരിച്ചയക്കുകയില്ല. ഒരു പക്ഷേ ഉടനെ തരും, ഒരു പക്ഷേ നമ്മളിൽ നിന്ന് അതിന്റെ കാരണത്തിൽ എന്തെങ്കിലും മുസീബത്തിനെ തട്ടിമാറ്റും. അല്ല എങ്കിൽ പരലോകത്ത് ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായി ധാരാളം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. പ്രാർത്ഥന വെറുതെയാവുകയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവിടുന്ന് റമദാനിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ചേർത്തി പറഞ്ഞത് പ്രാർത്ഥനയെ കുറിച്ചാണ്. കാരണം ഈ റമദാനും പ്രാർത്ഥനയും വലിയ ബന്ധമാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ പറയുന്ന ആയത്ത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ആ റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നോമ്പിടിക്കണം, രോഗിയും അതുപോലെ തന്നെ യാത്രക്കാർക്കും അല്ലാതെ വേറൊരു ദിവസം നോമ്പിടിച്ചോട്ടെ. വൈദാ സഅലക ഇബാദി, എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവന്റെ സമീപത്തുണ്ട്. റബ്ബിനെ തേടി പോകേണ്ട ഒരു ആവശ്യമില്ല, റബ്ബിനെ തേടി ഏതെങ്കിലും ഒരു മഖ്ബറ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇന്ന് മുസ്ലിം സമുദായം അങ്ങനെ തേടി പോവാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവരുടെ പ്രാർത്ഥനകൾക്ക് സ്വീകാര്യം ലഭിക്കുവാൻ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം, ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നീ എവിടെ തിരിഞ്ഞാലും റബ്ബ് നിന്നോടൊപ്പമുണ്ട്. വനഹനു, ഞങ്ങൾ അഖ്റബു മിൻ ഹബിലിൽ വരീദ്, ഈ കണ്ടനാടിയേക്കാളും നിങ്ങളുടെ സമീപത്ത് ഞാനാണുള്ളത്. അതുകൊണ്ട് റബ്ബ് പറയാണ്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. നിങ്ങളുടെ റബ്ബ് പറയാണ്, ഏതെങ്കിലും സമുദായം, ഏതെങ്കിലും സംഘടന കൂടിച്ചേർന്നുകൊണ്ട് ഒരു തീരുമാനിച്ചതല്ല റബ്ബിനെ പ്രാർത്ഥിക്കാവൂ, റബ്ബിനെ വിളിക്കാവൂ എന്ന് തീരുമാനിച്ചതല്ല. പിന്നാര് തീരുമാനിച്ചതാണ്? വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചതാണ്. അവൻ പറഞ്ഞ കാര്യമാണ്, ഉദ്ഊനി, എന്നെ വിളിക്കീൻ, അസ്തജിബ് ലക്കും, ഞാൻ ഉത്തരം ചെയ്യാം. ഇനി എന്നെ വിളിക്കുന്നില്ലയോ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, നിന്യമായ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. റബ്ബ് തന്നെ പറയാണ്, എന്നെ വിളിച്ചോളി, എന്നോട് ചോദിച്ചോളി, ഞാൻ തരാം, ഞാൻ തരാം. പിന്നെയും നമുക്ക് വിശ്വാസം വരുന്നില്ല, പിന്നെയും നമുക്ക് വിശ്വാസം വരുന്നില്ല. നമ്മൾ പലരെയും വിളിക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ റമദാൻ എന്നുള്ളത് പാപമോചനത്തിന്റെ ഒരു മാസം കൂടിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ അവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം നിങ്ങൾ നോക്കി. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് അക്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് വന്നുപോയി, തെറ്റുകൾ വന്നുപോയി, ഒരുപാട് തെറ്റുകൾ വന്നുപോയി. പക്ഷെ നിങ്ങൾ റബ്ബിനെ ഓർത്തു, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തു. അല്ലാഹു ചോദിക്കുകയാണ്, ഫലം യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാതെ പിന്നെ ആരാ നിങ്ങൾക്ക് പുറത്തു തരാൻ? അല്ലാഹ് അല്ലാതെ പിന്നെ ആരാണ് നിങ്ങൾക്ക് മാഫ് ചെയ്യാൻ? റബ്ബ് മാത്രമാണല്ലോ നിങ്ങൾക്ക് മാഫ് ചെയ്യുന്നവരുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൂടെ, ചോദിച്ചുകൂടെ? അതുകൊണ്ട് ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മൾ തൗബ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോവാണ്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്യുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രവുമല്ല എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു, വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർക്ക് കൽപ്പിച്ചിട്ട് പോലും പ്രവാചകർ പറയാണ്, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ് ഫഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് മടങ്ങുവീൻ. നിശ്ചയമായും ഞാൻ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. ദിവസവും 100 തവണ. ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകർ 100 തവണ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ഞങ്ങൾ ദിവസം എത്ര തവണയാണ് ഇസ്തിഗ്ഫാർ നടത്തുക? എത്ര തവണയാണ് പാപമോചന പ്രാർത്ഥന നടത്തുക? എന്നിട്ട് പോലും ഇത്ര ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് പോലും ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. വഫാത്തിന് തൊട്ടുമുമ്പ് വന്ന ആയത്താണ്, അധ്യായമാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പ്രവാചകരോട് കൽപ്പിച്ചത്, പ്രവാചകരെ എൻ്റെ അടുക്കൽ വരാൻ സമയമായി, തസ്ബീഹ് ചെയ്യൂ, വസ്തഗ്ഫിർ, ഇസ്തിഗ്ഫാർ നടത്തുക, ഇന്നഹു കാന തവ്വാബ. ഇത്ര ഇസ്തിഗ്ഫാർ നടത്തിയിട്ടും അല്ലാഹ് പിന്നെയും പറയാണ്, ഇസ്തിഗ്ഫാർ നടത്തുക പ്രവാചകരെ. നമ്മൾ ആലോചിച്ചു നോക്ക്. റബ്ബിനോട് പറ, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചന പ്രാർത്ഥന നടത്തുക. അവൻ പൊറുക്കുന്നവനാണ്. എത്ര വലിയ തെറ്റാണെങ്കിലും നമുക്കറിയാം, ഇന്ന് റളിയല്ലാഹു അൻഹു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സഹാബാക്കൾ അവർ ആരായിരുന്നു? ഒരു കാലത്ത് ശിർക്കിന്റെ പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരുന്നവരാണ്. പലതിനെയും ആരാധിച്ചുകൊണ്ടിരുന്ന പല ആളുകളുമാണ്. അതുപോലെ തന്നെ ജീവനോട് സ്വന്തം കുഞ്ഞിനെ, പെൺകുഞ്ഞിനെ കുഴിച്ചുകൂടിയ ആളുകളും അവരുടെ കൂട്ടത്തിൽ പലരുമുണ്ട്. ഞങ്ങൾ ഇന്ന് പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് കിട്ടിയ സ്ഥാനമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈവിടുന്നില്ല. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുക, അതിനുള്ള സമയമാണ്, പാഴാക്കി കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു ലി വലക്കും വ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله نحمده ونصلي على رسوله الكريم أوصيكم وإياي ثانيا بتقوى الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഒന്നുകൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റമളാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊന്നാണ് വിശുദ്ധ ഖുർആൻ. മുൻപിൽ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതായത് ഈ റമളാനിനെ നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുവാനുള്ള കാരണം എന്ന് പറയാം, അത് വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്ന കാരണത്താലാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമളാനിലാണ്. എല്ലാ ഗ്രന്ഥങ്ങളും, തൗറാത്ത് അവതരിപ്പിച്ചതും റമളാനിലാണ്, ഇഞ്ചീൽ അവതരിച്ചതും റമളാനിലാണ്, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഏടുകൾ അവതരിച്ചതും റമളാനിലാണ്. എല്ലാം റമളാനിലാണ്. അപ്പോൾ റമളാനിന് ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വിശുദ്ധ റമളാനിൽ നോമ്പ് പിടിക്കുവാനുള്ള അത് കൽപ്പന വരുന്നതും വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നതിന്റെ പേരിലാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എല്ലാ മാർഗദർശനം, ജനങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ്. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. അതുകൊണ്ട് ആ മാസത്തിൽ ആര് ഹാജറുണ്ടോ അവർ നോമ്പ്
ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഈ റമദാൻ ഖുർആനുമായി വലിയ ബന്ധമാണ്. അതുകൊണ്ട് മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. മറ്റുള്ള മാസങ്ങളെക്കാൾ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും അവിടുന്ന് ഓതി കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഖുർആൻ പൂർണ്ണമായി ഖത്തം ഓതി കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോ ഒരുപാട് പ്രതിഫലമുള്ളതാണ്. നമ്മുടെ ജീവിതം ഖുർആനുമായി അള്ളാഹിന്റെ കയറുമായി പാശവുമായി നിങ്ങൾ മുറുകെ പിടിക്കുക. ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഹബലി എന്ന് പറഞ്ഞാൽ ഖുർആനാണ് എന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അത് വിട്ടാൽ, ഖുർആൻ വിട്ടാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം വിടണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് അത് ഒരിക്കലും വിട്ടുപോകരുത്. ഒരു ഹർഫ് വായിച്ചാൽ 10 നന്മയാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഒരു ദിവസം ഇത്ര ഞാൻ ഖുർആൻ പാരായണം ചെയ്യും, അർത്ഥത്തോടുകൂടി ഞാൻ വായിക്കുമെന്ന് തീരുമാനമെടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു പള്ളിയുടെ കലക്ഷന് വേണ്ടി വന്നിരിക്കുകയാണ് സഞ്ചാരിപ്പേട്ടയിൽ നിന്ന്. വളരെ പ്രയാസത്തിലാണ് ആ പള്ളി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയുള്ള ആളുകളൊക്കെ വളരെ പാവപ്പെട്ട ആളുകളാണ്. അവർക്ക് വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ല. കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ധർമ്മം ചെയ്യുക. ഒന്നാമതായി റമദാനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സന്ദർഭമാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം. റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് ധാരാളം കാറ്റടിച്ച് വീശുന്നത് പോലെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മം ചെയ്യുമായിരുന്നു. ആരെ കുറിച്ചാണ് പറയുന്നത്? വഫാത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകർ വീട്ടിൽ വെച്ചു പോയിരുന്നത് ഒരു പിടി മാവ് മാത്രം, വേറൊന്നും ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ. ആ വീട്ടിൽ വലിയ ഒരു സൽക്കാരൊന്നും നടന്നിട്ടില്ല. വലിയ ഒരു സൽക്കാരൊന്നും നടക്കാത്ത, യാതൊരു സൗകര്യങ്ങളും പോലും ഇല്ലാത്ത ആ വീട്ടിലുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവാചകരെ കുറിച്ച് എത്രയും ധർമ്മം ചെയ്തിരുന്നു. നമ്മൾക്ക് ഒരുപാടുണ്ട്. ആ പ്രവാചകരെ അപേക്ഷിക്കുമ്പോൾ ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് ധർമ്മം ചെയ്യുക. സദക്ക കാരണം ആരുടെ സമ്പത്തും കുറഞ്ഞു പോകില്ല, ആരുടെയും കുറഞ്ഞു പോകില്ല, അള്ളാഹ് കുറക്കൂല, ഇരട്ടി തരും. ആ വിശ്വാസത്തോടു കൂടി ധർമ്മം ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു സ്ത്രീ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കുവാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീയുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതുവലുതുമായ എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. سبحانك فقنا عذاب النار. آمين برحمتك يا أرحم